രാജേട്ടൻ പിന്നെ ചായയും കാപ്പിയും ഒന്നും കുടിക്കില്ല. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു? നമ്മക്കറിയാം. നാരങ്ങ വെള്ളം എടുക്കട്ടെ? ആയിക്കോട്ടെ. പോയി 2 ചെറുനാരങ്ങ വാങ്ങിക്കൊണ്ടേ. അയ്യോ, നാരങ്ങ വേണമെന്നില്ലല്ലോ. മോര് വെള്ളം ഇഷ്ടാണോ? ആണല്ലോ. അതിന് മോരില്ലല്ലോ. ഒരു ഗ്ലാസ് പച്ചവെള്ളം തരട്ടെ? വേണമെന്നില്ല. ഈ വരുന്ന 26-ാം തീയതി വീടിന്റെ പാല് കാച്ചിലാണല്ലോ. എല്ലാവരും വരുമല്ലോ. പിന്നെ പറയേണ്ട കാര്യണ്ടോ? നമ്മൾ തലേന്ന് തന്നെ വരൂലേ? അല്ല, തലേ ദിവസം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. 4 വന്നിട്ട് ചോറോ ബിരിയാണിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി തിന്നിട്ട് പോരാലോ. അല്ല, അത് വേണ്ട. എന്താണെങ്കിലും ഞമ്മള് വരിയല്ലോ. എന്നാ ശരി, അങ്ങനെയാവട്ടെ. അപ്പൊ 26-ാം തീയതി മറക്കില്ലല്ലോ? ഇല്ലല്ലോ. എന്നാ ഞാൻ ഇറങ്ങാം. ആയിക്കോട്ടെ. ഇനിയും കൊറേ വീട്ടിൽ വിളിക്കാണ്ടാവില്ലേ? അങ്ങനെ ഒരുപാട് വിളികളൊന്നും ഇല്ല. പ്രസന്റേഷൻ കിട്ടുന്ന വീടുകൾ മാത്രമേ വിളിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണല്ലോ. അല്ല, ഈ പ്രസന്റേഷൻ തരാത്തവരുടെ പേരില് കേസൊന്നും കൊടുക്കൂല്ലോ. അതിന് വക്കീലുമായിട്ടൊന്ന് ആലോചിക്കണമല്ലോ. അങ്ങനെയൊരു നിയമസാധ്യതയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേസ് കൊടുത്തിരിക്കുമല്ലോ. എന്നാ ശരി മൂസ, അപ്പൊ 26-ാം തീയതി മറക്കില്ലല്ലോ? ഇല്ല. ഞങ്ങൾ 25-ന് ഫാമിലിയുമായിട്ട് അങ്ങോട്ട് വരുമല്ലോ. ശരി. ആരെങ്കിലും മറുത്ത് വന്നാൽ ഇങ്ങനെ 10 തന്നെ കൂവേണ്ട കാര്യമുണ്ടോ? മൂപ്പര് ചോദിച്ചോണ്ടല്ലോ ഞാൻ വിളിച്ചേ. അതൊക്കെ ഓരോരോ അടവാ. ചായയും പലഹാരം കുടിക്കാനേ വെറുതെ ഞമ്മളെ പഞ്ചാരയും ചായപ്പൊടിയും പാലും ഒക്കെ തീർക്കാൻ വേണ്ടിട്ട്. ആരെങ്കിലും വന്നാലുണ്ടല്ലോ നമ്മൾ ഷോപ്പിങ്ങിന് പോയിന്നോ ബ്യൂട്ടി പാർലർക്ക് പോയിന്നോ ഒക്കെ പറഞ്ഞാൽ മതി. അതൊരു ഗമയുവാണി. പഞ്ചാരയും ചായപ്പൊടിയും ഒന്നും തീരെയില്ല. ഈ വല്ലാത്തൊരു ബുദ്ധിജീവി തന്നെയാണ് പത്തു. ഭീകര ബുദ്ധിജീവിയാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കൊടുക്കാണ്ടി പൊരയിൽ വന്ന ഒരുത്തര പറഞ്ഞു വിട്ടത് നിങ്ങൾ കണ്ടില്ലേ? അതാണ് ഈ ഫാത്തിമ. നിങ്ങളെ പോലുള്ള എത്ര ആൾക്കാർ പൊരണ്ടാക്കി. നിങ്ങൾ ഇങ്ങനെ ഒന്നിനും പറ്റാണ്ട് ഇങ്ങനെ കുത്തിരുന്നോളി എമ്മേറ്റും പിടിച്ചിട്ട്. പാത്തു, ഒരു പൊര ഉണ്ടാക്കുന്നതിന് കായ് എത്ര ചെലവെന്നറിയോ? പൊര മാത്രം ഉണ്ടാക്കിയാ മതിയോ? റസിയ വളർന്നു വരുന്നല്ലേ, ഓളെ കെട്ടിച്ചേക്കാൻ കായ് വേണ്ടേ? എന്നെ കെട്ടിച്ചു വിടാൻ വേണ്ടി ആരും പൈസ ഉണ്ടാക്കാൻ. സ്ത്രീധനും സ്വർണ്ണൊന്നും വേണ്ടാത്ത ഒരാളെ ഞാൻ കിട്ടു. അല്ല, അങ്ങനെ ഒരുത്തം ഭൂമിയിലുണ്ടാവും തോന്നുന്നില്ല. ചിലപ്പോ ചൊവ്വയിലോ ചന്ദ്രനിലോ പോയി തപ്പേണ്ടി വരും. അങ്ങനെ ഒരുത്തം വന്നില്ലെങ്കിൽ ഞാൻ കെട്ടുന്നില്ല. അല്ല, അപ്പൊ കെട്ടാനൊന്നും ഉദ്ദേശിച്ചല്ലേ? ഇഞ്ച മൂസക്കായി ഇവക്ക് നാളെ നല്ലൊരു ആലോചന വരികയാന്ന് തന്നെ വിചാരിക്കുക. അന്നപ്പോൾ ഞമ്മക്ക് സ്വന്തമായിട്ടൊരു പൊര മാണ്ടേ? അത് നേരാണ് ഉപ്പച്ചേ. സ്വന്തമായിട്ടൊരു പൊര ഉണ്ടെങ്കില് അതിന്റെ ഒരു സുഖം വേറെ. അതെ ഉപ്പാ, ചെറുതാണെങ്കിലും സ്വന്തമായിട്ടൊരു പൊര അത് അത്യാവശ്യം തന്നെയാ. എന്നെ കെട്ടിച്ചു വിടേണ്ട പൈസ ആ പൊര ഉണ്ടാക്കാൻ വേണ്ടി ചെലവാക്കിക്കോ. ഈ മൂസക്കായ്ക്ക് ഒരു ഉത്സാഹവും ഇല്ല. ഞമ്മളൊരു മീൻ കച്ചവടക്കാരനല്ലേ പത്തു? അതിന് മീൻ കച്ചവടക്കാരന് എന്തേതാ സ്വന്തമായിട്ട് ഒരു പൊര ഉണ്ടാക്കാൻ പറ്റൂല? ഉപ്പച്ചേ, പൊര ഉണ്ടാക്കാൻ ലോൺ കിട്ടും ഉപ്പച്ചേ. അല്ല, ലോണ് കിട്ടും, പക്ഷെ അത് തിരിച്ചടക്കണ്ടേ? നമ്മൾ വാടക കൊടുക്കുന്ന പൈസയോ അതിന്റോടൊപ്പം കുറച്ചുകൂടി കൂടുതൽ മാസം അടച്ചാ പോരെ? അത് മതിയോ? മതി. എന്നാലും കുറച്ച് പൈസ നമ്മളെ കൈമില് വേണ്ടേ? അല്ല, അത് വേണം. ഉപ്പച്ചിന്റെ കയ്യില് എല്ലാം കൂടി തപ്പിപ്പെറുക്കി എത്ര ഉറുപ്പ്യ ഉണ്ടാവും? എന്റെ കയ്യില് ഒരു 650-700 ഉറുപ്പ്യ എന്തായാലും ഉണ്ടാവും. 700 ഉറുപ്പ്യ സ്വന്തമായിട്ട് പൊര ഉണ്ടാക്കാൻ ഒരു കാറോടിയായിട്ട് വാങ്ങിയാലോ നമുക്ക്? മോനെ, ഇഞ്ച സ്വർണം കൂടി പണയം വെച്ചാ കുറച്ച് പൈസ കിട്ടൂലേ? എന്നാലും തികയോ? മൂസക്കായി വിചാരിച്ചാ നടക്കൂ. എത്ര ആൾക്കാർ പൊരണ്ടാക്കണേ? എല്ലാരും ഇങ്ങനെ കട എടുത്തിട്ടും ലോൺ എടുത്തിട്ടും ഒക്കെയാണ് എടുക്കണേ. അതെ, ഞമ്മക്ക് പൊര മാത്രം പോരല്ലോ, സ്ഥലവും വേണ്ടേ? അതിന് കൊടുക്കാൻ കായ് വേണ്ടേ? ഗ്രാൻഡ് ഫാദർ പിച്ചക്കാരാനുള്ള കുഴപ്പം അതാണ്. അവരെ കുറിച്ചൊക്കെ പറയുമ്പോ കുറച്ചുകൂടി ബഹുമാനാവാ റിസ്വാനെ. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഉപ്പച്ചിന്റെ ഉമ്മച്ചിന്റെ മാതാപിതാക്കള് ഒരു തുണ്ട് ഭൂമി ഞങ്ങൾക്ക് തന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഉപ്പച്ചീനോട് ഞാൻ പറയാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആയിരുന്നു. മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണം. നമ്മൾ കരുതുന്നുണ്ട് മക്കയിലേക്ക് ഉണക്കി വെച്ചായിരിക്കും. റിസ്മോനെ, മതി നിർത്തിക്കാൾ എന്റെ വർത്താനോ. മൂസക്കായി എങ്ങനെങ്കിലും ഞമ്മക്കൊരു പൊര ഉണ്ടാക്കണം. ഞമ്മക്കും ആഗ്രഹമുണ്ട് പത്തു, പക്ഷെങ്കില് ഒരു പക്ഷെങ്കിലും ഇല്ല. ഞാൻ ജുപ്പച്ചനോട് പറയാൻ പോവുക, ഞമ്മളെ വീതം സ്ഥലം തരേ, അതല്ലെങ്കിൽ വട്ടോളി ഒരു 5 സെന്റ് സ്ഥലമായി തരേ. വീതം ചോദിച്ചിട്ട് വേണം നരിക്കൊരിക്കാരും മുഴുവൻ ഇളകി കൊണ്ട് പോരായി. റബ്ബേ, ഈ കാത്തോളിനെ